ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇരിക്കുന്നേ ഉള്ളൂ. തേജ് ഇപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്ന് കിച്ചപ്പനും നല്ല ഉറക്കമായിരുന്നു. അത് കാരണം ഇപ്പം അമ്മ പണിക്ക് പോയിട്ടുണ്ടാ. അപ്പം അല്ലെങ്കിൽ അമ്മ കിച്ചുവിനെ വിളിച്ചിട്ട് എണിപ്പിച്ച് വേഗം കുളിപ്പിച്ചൊക്കെ പോവാറ്. ഇന്ന് കിച്ചു നല്ല ഉറക്കമായിരുന്നു. ചുപ്പ എനിട്ടുള്ളോട്ടോ. അത് കാരണം നല്ല ഉറക്കമായിരുന്നു. എല്ലാവരും നല്ല ഉറക്കമായ കാരണം പിന്നെ അമ്മ കിച്ചുവിനെ വിളിച്ചില്ലാട്ടോ, ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു. ഇനി കിച്ചപ്പനെ കിച്ചപ്പനെ കുളിപ്പിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇപ്പോൾ ഒരു ആഴ്ച 1.5 ആഴ്ചയായിട്ട് ഇപ്പം ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒക്കെ അമ്മ ചെയ്യാറ് കേട്ടോ. കിച്ചപ്പിളൊരു 7 മണിക്കാകുമ്പോൾ എനിക്കാറുണ്ട് കേട്ടോ. 7:30 ഉള്ളിൽ എൻ്റെ കുളിയും കഴിയാറുണ്ട്. അപ്പോൾ 7 മണിയാകുമ്പോൾ എനിക്ക് കഴിഞ്ഞ വെച്ചെങ്കിൽ അച്ഛൻ്റെ ഒപ്പം കുറേ നേരം ഇരിക്കും കേട്ടോ. കിച്ചുവിനെ എണ്ണൊക്കെ തേച്ചിട്ട് ഇപ്പം ഞാൻ കെടുത്തിയേക്കാട്ടോ. അവനെ ഞാൻ കൊണ്ടുപോകാനാണ് എനിക്ക് പേടി. എവിടെ ഉണ്ട് കാണിച്ചേരണോ? അതാ കുഞ്ഞിത്തല കണ്ടോ? ഇവിടെ ഒരു കുഞ്ഞിത്തല കണ്ടോ? ഇവിടെ അവിടെ കിടക്കാനിട്ടാ. അപ്പൊ ഞാൻ പോയിട്ട് വേഗം കിച്ചുവിനെ കുളിപ്പിച്ചിട്ട് വരാം. ഹലോ ഗൈസ്, കിച്ചു മോളുടെ കുളി കഴിഞ്ഞു. കിച്ചുവിന്റെ കുളി കഴിഞ്ഞു പറ. നമ്മുടെ കുട്ടിയുടെ കുളി കഴിഞ്ഞോ? സുന്ദരനായോ? ഞങ്ങളിത് അച്ചാച്ചൻ്റെ അടുത്തേക്ക് പോന്നു. നമുക്ക് ഉറക്കം വരുന്നുണ്ട്. എന്നിട്ട് കണ്ണും പിരികൊക്കെ എഴുതിയിട്ട് നമുക്ക് തൊട്ടിയിൽ കിടക്കാം. ഓക്കെ ഓക്കെ. ചുണ്ടിരിയുടെ മുട്ടത്തല എവിടെ? ഇത് കുഞ്ഞു മുട്ടത്തലയാണോ? അയ്യോ, അപ്പുറത്തെ TV കണ്ടാ അത് നോക്കിയോണ്ട് കഥ അങ്ങോട്ട് തിരിഞ്ഞോക്കത്തെ. ഇങ്ങോട്ട് വാ കിച്ചു, നോക്ക് കിച്ചമ്മോ. കണ്ട് ഇപ്പോഴാട്ട കണ്ടത്. ഒങ്ങാൻ പോവാട്ടെ ഞങ്ങള് കാലുമൊക്കെ ഇടുന്നിട്ട്. ഒങ്ങിക്കോട്ടെ വേഗം. ഇവിടെ സുന്ദരി മോള് എനിട്ടുണ്ട്. ഇപ്പൊ നോക്കും. ഇപ്പൊ സൗണ്ട് കേൾക്കുമ്പോ അവള് നോക്കൂട്ടോ ഫോണിച്ചേ. നോക്കി കുമ്പളപ്പം എന്ന് പറഞ്ഞാലും ഇവിടെ മറ്റേ ഇലയിൽ ഉണ്ടാക്കുന്നേ അട ഇലയില്. അപ്പൊ അതല്ല അന്നിമ്പോ ഉണ്ടാക്കിന് ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അമ്മമ്മ ഇത് ചക്ക വരട്ടിയോണ്ട് നിക്കാൻ കേട്ടോ. അപ്പൊ നമ്മുടെ അവിടെ ചക്ക കിട്ടി ഇതേപോലെ വരട്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇല്ല, അമ്മമ്മേനെ വിളിക്കില്ല. അങ്ങോട്ട് നോക്കിയത് ഇതിൽ അമ്മമ്മേനെ കാണില്ല. അമ്മമ്മ ഉണ്ടല്ലോ, ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആദർശേട്ടന് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ ആദർശേട്ടൻ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ ആളും മിണ്ടാതെ അനങ്ങാതെ നിൽക്കട്ടെ, അമ്മമ്മയുടെ വീഡിയോ എടുക്കണ്ടോ വിചാരിച്ചിട്ട്. അപ്പൊ ഇതുണ്ടാക്കിയിട്ട് നമ്മൾ ഇതുകൊണ്ട് അടിയും അതുപോലെ തന്നെ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇഷ്ടായോ ഇവര് ഇന്നലെ തൊട്ടില്ല എന്നാട്ടോ. ഇത് കാർ സീറ്റാണ് സംഭവം. അതായത് നമ്മളെ സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ, സീറ്റ് ബെൽറ്റ് ബാക്ക് കൂടെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 25 കിലോ വരെ ഹോൾഡ് ആവും. അതായത് 7 വയസ്സ് വരെയൊക്കെ ഇത് പറ്റും. അപ്പൊ ഞാനെന്താ വിചാരിച്ചു വെച്ചാൽ, ഇത് അവിടെ ചെറുതൊക്കെ ഉണ്ടായിരുന്നു. ചെറുതെടുത്തിട്ട് നമുക്ക് യൂസ് എന്താ പറയുക, കുറച്ചുകൂടി വലുതായി കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോഴാണെങ്കിലും ഇത് ജസ്റ്റ് എങ്ങനെ ആക്കുകയും ചെയ്യുക. അതായത് ഇങ്ങനെ സീറ്റ് ആക്കുകയും ചെയ്യുക. അപ്പോൾ പിന്നെ അവന് എന്തെങ്കിലും ഒരു ഉപകാരം ആവുന്നത് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഗൈസ് അപ്പത്തെടുത്ത്. അപ്പം ഫസ്റ്റ് ക്രൈയില് സംഭവം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. വേറെ നമ്മൾ ഷോപ്പിലൊക്കെ പോയി നോക്കുന്നതിലും കൂടുതൽ കളക്ഷൻ ഉണ്ട് ഫസ്റ്റ് ക്രൈയിലല്ലേ. സംഭവം ഞങ്ങൾ ഫസ്റ്റ് ക്രൈയിൽ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടേനു. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങളിങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്കൊരു പൂതി. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്നിൽ ഇരുത്തി നോക്കിയപ്പോൾ അവന് ഭയങ്കര സന്തോഷവും. അപ്പം പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, എടുക്കാൻ വിചാരിച്ച്. ഹലോ ഗൈസ്, അപ്പോൾ പകുതിക്ക് വെച്ചിട്ട് എൻ്റെ വ്ലോഗൊക്കെ ഫുൾ സ്റ്റക്കായിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നല്ല ഗംഭീര മഴയായിരുന്നു. നല്ല മഴ പറയുമ്പോൾ കിച്ചു നല്ല ഉറക്കം. മീൻ വണ്ടി പോണ്ട് അവിടെ. അപ്പോൾ ഓക്കെ. എന്തൊരു സൗണ്ടാ നോക്കിയേ. മീൻ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അവിടെ, അതിൻ്റെ സൗണ്ടാണത്. അപ്പോൾ നല്ല മഴ പെയ്യണ സമയത്ത് ഫുൾ കിടന്നുറക്കായി പോയി. പിന്നെ അവിടെ കുറേ അച്ചാച്ചന്മാർ ഒരു ഫുൾ സംസാരം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു 3 മണി 4 മണി ആയിട്ടുണ്ട്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞോട്ടെ. എൻ്റെ ഒന്ന് കുളിക്കാൻ കുറച്ച് നേരമായിട്ടുണ്ട്. കിച്ചു ഇപ്പോഴും എനിക്കിട്ടില്ല. കിച്ചുവിനെ ഒരു ഉച്ചയ്ക്ക് കെടുത്തി ഉറക്കിയതാണ്. ഞാൻ ഏൽപ്പിക്കണം, പാലൊക്കെ കൊടുക്കണം. അതിന് മുന്നേ കാപ്പി അമ്മമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ശർക്കര ഇടണം. ആദർശേട്ടൻ വടക്കാഞ്ചേരിക്ക് പോയേക്കാട്ടാ.
എന്തോ വണ്ടിയുടെ എന്തോ സംഭവം ശരിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പോൾ വരുമായിരിക്കും. അപ്പോൾ ഞാൻ പോയിട്ട് കാപ്പിയുടെ സംഭവങ്ങൾ സെറ്റാക്കട്ടെ. ഗൈസ്, കിച്ചുവിനെ നമുക്ക് അച്ഛൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കാം. എന്താ ചെയ്യണ നോക്കി നോക്ക്. ചുണ്ടുമണി ചിരി വരുന്നുണ്ട്. ഷൊർണേ ചായയേക്കാളും എനിക്കിഷ്ടം കാപ്പിയാട്ടോ. അപ്പോൾ ഈ കാപ്പിയിൽ അമ്മമ്മ ഇഞ്ചി ഇട്ടിട്ടുണ്ടാക്കിയേക്കണേ. അപ്പയ്ക്ക് അത് എനിക്ക് ഇഷ്ടമല്ലട്ടോ. അപ്പോൾ എനിക്ക് വേറെ ചായ വെക്കാം, കാപ്പി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് ഡെലിവറി കഴിയണ വരെ ഈ കാപ്പി എന്ന് പറയുന്ന സാധനം ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. എൻ്റെ അമ്മയും ചേച്ചിയൊക്കെ കാപ്പി കുടിച്ചായിരുന്നു കേട്ടോ പ്രഗ്നൻ്റ് ആയ സമയത്ത്. പിന്നെ ഞാൻ കുറേ പേരുടെ വ്ളോഗിൽ ഇപ്പോഴും കാണാറുണ്ട് അവർ കാപ്പി കുടിക്കണതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കട്ടെ ഇവരെന്താ കാപ്പി കുടിക്കണേന്ന്. എൻ്റെ ഒരു കേസിൽ എന്ന് പറയാച്ചെങ്കിൽ മുന്നേ കുറേ അബോഷൻസ് ഒക്കെ ഉണ്ടായ സമയത്ത് അന്നൊക്കെ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇടയ്ക്ക് സ്പോട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി കാപ്പി കുടിക്കരുത് എന്നിട്ടാ. അതുപോലെ തന്നെ എൻ്റെ അശ്വതി ഡോക്ടർ അത് കാപ്പി തൊട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് കാപ്പി എന്ന് വെച്ചാൽ അത്രയും ഭ്രാന്തായിരുന്നു. ഒരു 9 മാസത്തോളം ഞാൻ കാപ്പി കുടിക്കാതെ എങ്ങനെ ഇരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലാസ്റ്റിക്ക് അത്രയും പൂതി തോന്നിയിട്ടുണ്ട്. രാവിലെയൊക്കെ എനിക്ക് കാപ്പി കുടിക്കാൻ കൊതിയായിട്ട് ഞാൻ ആദർശൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും കാപ്പി കുടിക്കട്ടെ. പക്ഷെ ആദർശം തീരെ സമ്മതിക്കില്ല കേട്ടോ. ലാസ്റ്റ് അമ്മയ്ക്ക് പാവം തോന്നിയിട്ട് അമ്മ പറയട്ടോ ഒരു ഗ്ലാസ് കുടിച്ചോണ്ടൊന്നും കുഴപ്പമില്ല. അതും ഒരു 7-ാം മാസം 8-ാം മാസം ഒക്കെ ആയിട്ടാ. അതുവരെ പിന്നെ എനിക്ക് പേടിയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഓവറായിട്ട് ചോദിച്ചിരുന്നില്ല. 7-8 മാസം ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് ആ സമയത്താണ് ഞാൻ ചോദിച്ചേട്ടോ. ആ സമയത്ത് നമ്മൾ ആദർശം പറഞ്ഞു കുറച്ചും കൂടി മാസങ്ങളല്ലേ ഉള്ളൂ, നീ ഒന്ന് ഇതാക്ക്, നിങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചീത്ത പറഞ്ഞിട്ട് ഞാൻ പിന്നെ സാധനം തൊടാനേ പോകാറില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കണ കാപ്പി ഉണ്ടല്ലോ കോഴിക്കോട് അമ്മ ഉണ്ടാക്കി തന്നായിരുന്ന കാപ്പിയോട്ടേക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ആദർശനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ജീരകവും പച്ചമല്ലിയും ഉലുവയും ശർക്കരയും കുരുമുളകും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കാപ്പിയാണ്. അത് നല്ല രസമാട്ടോ, ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള സംഭവങ്ങൾ ഉലുവ എന്തോ അതിൻ്റെ പാത്രം കാണാല്ലേ, അപ്പോൾ അതെന്തോ ഞാൻ തപ്പിയോണ്ട് നിൽക്കാട്ടോ. എനിക്ക് പഞ്ചസാര ഇട്ട് കാപ്പി കുടിക്കാനേക്കാളും ഏറ്റവും ഇഷ്ടം ശർക്കര ഇട്ട് കുടിക്കാനാട്ടോ. അങ്ങനെ ഇത് ഞാൻ ഉദ്ദേശിച്ച പാത്രമൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇത് വേഗം കാപ്പി സെറ്റാക്കാട്ടോ. കിച്ചുവിന്റെ അച്ഛൻ്റെ മെയിൻ സ്പോട്ടാട്ടെ ഈ ഉമ്മറത്തെ സോഫ. അവിടെ എത്ര നേരം വേണമെങ്കിലും അവർ രണ്ടുപേരും ഇരുന്നോളും. പിന്നെ ഇത് അമ്മ പണി മാറ്റി വന്നിട്ടുണ്ട്. നന്ദൻ അവിടെ എന്തോ തുളസി എന്തോ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചപ്പനെ കൊണ്ടുപോയി കുളിപ്പിച്ച് അവൻ കളിക്കാൻ വേണ്ടി നിൽക്കാട്ടോ. അപ്പൊ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. പച്ച വിളക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഉമ്മറത്ത് ഇങ്ങനെ നിൽക്കാട്ടോ, ഉമ്മറത്തേക്ക് പോകണം. അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോ നല്ല മഴയാട്ടാ. ഇവിടെ ഗംഭീര മഴയായിട്ടുണ്ട്. രാവിലെ തൊട്ടേ നല്ല മഴയായിരുന്നു. പിന്നെയും മഴയ്ക്കൊരു ശമനം ഉണ്ടായിരുന്നത് ഒരു 3:30 to 5 മണി 5:30 വരെ മഴ വലിയ കുഴപ്പമുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ഫുൾ ടൈം നല്ല മഴയായിരുന്നു. ഇപ്പതേ ഒരു സമയം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല പ്രകൃതിയായിട്ട് മഴയോടെ തുള്ളുന്നു കേട്ടോ. അച്ഛൻ ഉമ്മറത്തേക്ക് നമ്മുടെ കിച്ചുവിനെടുത്ത് ഇരിക്കണ ടൈമാണ് ഇപ്പോൾ. പച്ച അതേപോലെ കൊണ്ടുപോയിട്ട് അതേപോലെ തിരിച്ചിവിടെ കൊണ്ടിട്ട് എടുത്തിട്ടുണ്ട്. കാരണം പുറത്ത് നല്ല കാറ്റും മഴയുണ്ട്. അപ്പൊ കിച്ചമ്മന്റെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് ഇതെവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഹായ് പറ. ഹലോ, ഞാനിവിടെ കിടക്കാനേ പറയും. അവള് കളിച്ചാട്ടോ, അവള് കളിക്കണ സമയാട്ടോ. ഇപ്പോ ഞാൻ കളിച്ചാനേ, അമ്മന്റെ കുട്ടി കളിച്ചാനേ. ടിസ്കൂ ടിസ്കൂ. അങ്ങനെ ചക്ക വരട്ടിയത് അമ്മ ആദർശേട്ടന് കൊണ്ടുകൊടുത്തതാട്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദർശേട്ടൻ ഫസ്റ്റ് ഭയങ്കര സംഭവമാക്കി പറയട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ സംഭവം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ പിന്നെ ആൾക്ക് അധികം കഴിക്കാനും വയ്ക്കില്ല കേട്ടോ. എന്നിട്ട് അമ്മ പറയുന്നത് കേട്ടോ കേട്ടിന് വലിയ പൂതി പറയും, ലാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തവരൊന്നും കഴിക്കാൻ വയ്ക്കില്ല എന്നിട്ട് അമ്മ പറയണപ്പോൾ. കിച്ചപ്പതി അവിടെ കിടന്ന് ഉറങ്ങണ്ട, പക്ഷെ അത് പൂച്ചൊറക്കായിരുന്നു കേട്ടോ. പെട്ടെന്ന് എനിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിറ്റപ്പതി അമ്മ അവനെ അവിടെ കൊണ്ട് കിടത്തി കളിപ്പിക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടീനെ കളിപ്പിക്കാൻ എടുത്തോണ്ടായി അമ്മമ്മ നല്ല ഉറക്കം. കുട്ടി ഇതേ കണ്ണും മേടിച്ച് മോളിൽ നോക്കി കിടക്കായിരുന്നു കേട്ടോ. ഞങ്ങള് നോക്കുമ്പോ പാദർഷായിട്ട് നേഴ്സായിട്ട് അമ്മേനെ പോയിട്ട് പേടിപ്പിച്ചതാട്ടോ. അപ്പൊ പെട്ടെന്ന് ഞെട്ടിട്ടാ. അന്നെ പറ്റിയാ പറയുന്നേ. തൊണ്ടുമണി
പിന്നെ കിച്ചാപ്പിയുടെ അച്ചാച്ച എത്തിയിട്ടുണ്ട്. ഇനി കിച്ചാപ്പി അച്ചാച്ചനും കൂടിയിട്ട് കുറെ നേരം കിടന്നിട്ട് കട്ടിലുമ്പോ കിടന്ന് കളിക്കൂട്ടാ. ഹലോ ഗൈസ്, അപ്പൊ ഇന്നലത്തെ വ്ളോഗ് പകുതിക്ക് വെച്ച് സ്റ്റെക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇന്ന് രാവിലെ പെൺക്ക് കിച്ചുവിന്റെ കൂലിയൊക്കെ കഴിഞ്ഞു. രാവിലെ അമ്മേൻ നമ്മുടെ സേമിയത്തിന്റെ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നൈസായിട്ട് അടി പിടിച്ച്. അപ്പോൾ ഇതേ ഞാൻ അലർച്ചേനും എനിക്കും കൂടിയിട്ട് മേഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സേമിയത്തിന്റെ ഉപ്മാവാണ്, മേഗിയാണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കണം. ആകെ കൺഫ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടാ സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചേട്ടൻ കോഴിക്കോട് പോകട്ടോ. ഇന്ന് ചേട്ടന്റെ ഫ്രണ്ടിന്റെ, ഇന്നല്ല നാളെ ചേട്ടന്റെ ഫ്രണ്ടിന്റെ എന്താ എൻഗേജ്മെന്റ് അല്ല വീട് കാഴ്ച ആണ്. ചേട്ടൻ എല്ലാം അങ്ങോട്ട് പോകും. പിന്നെ ഇത് ഞാൻ ഈ ചേട്ടനും എനിക്കും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് ഒക്കെ എടുക്കാൻ കേട്ടോ. അപ്പം അച്ഛനും അമ്മയും അവരൊക്കെ അത് കഴിച്ചിട്ടുണ്ടായി. വലിയ കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ടൊരു കരിഞ്ഞ ഒരു മണം ചെറുതായിട്ടേ ഉള്ളൂ. പക്ഷെ ചേട്ടന് ഇപ്പോൾ വിശക്കണില്ല, മാഗി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി, ഇനിയിപ്പോൾ പോവുമല്ലോ. അപ്പോൾ പുറത്ത് പോകുമ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ആവും ചെയ്യുമല്ലോ. അപ്പോൾ ഞാനിത് ചൂടാറ്റിയിട്ട് നിൽക്കാൻ കേട്ടോ. അത് നല്ല ചൂടുണ്ടായിരുന്നു, പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ചൂടാക്കിയിട്ട് അത് പാത്രത്തേക്കൊക്കെ ആക്കിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കിച്ചുവിന് ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാറില്ല എന്ന് ഞാനൊരു കമന്റ് കണ്ടിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതെന്താ ഇതുപോലെ ചേച്ചില്ല പറഞ്ഞ ഉണ്ണിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാറില്ല എന്നോ, അതെന്താ ഉദ്ദേശിച്ച കുട്ടി പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. അപ്പോൾ നമ്മൾ കിച്ചുവിന് ഇപ്പോഴും ബ്രസ്റ്റ് ഫീഡും ചെയ്യുന്നുണ്ട്, ഫോർമുലയും കൊടുക്കുന്നുണ്ട്. പക്ഷെ മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടം ബ്രസ്റ്റ് ഫീഡ് ചെയ്യണതാട്ടോ. ഫോർമുല അധികം ഇഷ്ടമൊന്നുമല്ല. അവനെ എപ്പോഴൊക്കെ ഫോർമുല കൊടുക്കുന്നുണ്ടോ അതിനൊക്കെ മുന്നേ ഞാൻ അവനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാറുണ്ട്. അല്ലാത്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഉണ്ണിക്ക് ഉറക്കം വരുമ്പോൾ അതുപോലെ തന്നെ ആ വാശി പിടിക്കുമ്പോഴൊക്കെ ഞാൻ ബ്രസ്റ്റ് ഫീഡാണ് ചെയ്യാറ്. അപ്പോൾ അവൻ്റെ വാശിക്ക് ഒതുങ്ങും. നമ്മൾ പാലില്ലാന്ന് വിചാരിച്ചിട്ട് ഉണ്ണിയോൾക്ക് തീരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാതിരിക്കരുത് കേട്ടോ. അവർ ബ്രസ്റ്റ് ഫീഡ് ചെയ്താലാണ് നമ്മളും അവരും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കൂടുതലായിട്ട് ഒരു അറ്റാച്ച്മെന്റ് വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പാല് തീരില്ലെന്ന് ചോദിച്ചാൽ പാല് വറ്റിയിട്ടൊന്നുമില്ല, അവന് കുടിക്കാൻ കിട്ടും, പക്ഷെ വയറ് നിറച്ച് കുടിക്കാൻ മാത്രം കിട്ടില്ല. അങ്ങനെയാണ് കേട്ടോ, അതാണ് എൻ്റെ പ്രശ്നം. അങ്ങനെ പിന്നെ ഞാനും ആദർശനും വർത്താനൊക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കാട്ടോ. ചേട്ടൻ കുറച്ച് കഴിഞ്ഞാൽ പോവും. ഞാൻ ഈ ഇപ്പി മേഗി അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, അധികം വലിയൊരു ഇഷ്ടം ഇതിനോട് അങ്ങോട്ട് തോന്നിക്കണില്ല കേട്ടോ. പിന്നെ മുട്ടയൊക്കെ അങ്ങനെ പൊരിച്ചിട്ടിട്ട് കഴിക്കാൻ പിന്നെ ഒരു ഇഷ്ടമുണ്ട്, അല്ലാതെ വെറുതെ മേഗി ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് ഇത് തോന്നുന്നില്ല കേട്ടോ. ചേട്ടൻ പോണ്ടേക്കാൻ മുന്നേ വേറെ ചായക്കടി ഉണ്ടാക്കാനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ടാട്ടോ പിന്നെ ഇത് ഉണ്ടാക്കിയത്. പിന്നെ ഇതേ കിച്ചുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കിടക്കണം കേട്ടോ. മൂപ്പർക്ക് അപ്പോൾ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാട്ടത്. അങ്ങനെ ഇത് കിച്ചുവിനെ അച്ഛൻ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അച്ഛൻ പണിക്ക് പോയി തുടങ്ങിയാൽ കിച്ചു ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക അച്ഛനെ കൂട്ടാ. സാദർശടൻ കോഴിക്കോട് പോകാൻ വേണ്ടി കേട്ടോ. நீ என்னடா பண்ற? நீ யாருடா என்கிட்ட மோதக்கம்? யாருடா பொறுக்கி பையல? എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ പറഞ്ഞ അവൻ ഭയങ്കര കാര്യമൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. 1 2 3 സ്റ്റാർട്ട്. ഒരു മിനിറ്റ് അച്ചപ്പോട്ടെ ഞാൻ അമ്മേന്റെ അപ്പുറം കളിച്ചോട്ടാ 2 ദിവസം. കയ്യിലടിക്കേ കുറമ്പ അച്ഛ പോയിട്ട് വരടാ പട്ടിക്കുട്ടിയെ. ഇപ്പൊ ഒരുണ്ടതല്ലേ, എന്നെ കൊണ്ടുപോകാൻ കഴിയൂല. എന്നെ കൊണ്ടുപോവാൻ പോലും സമ്മതിക്കൂല. ഞങ്ങള് പോയിട്ട് വരട്ടാ, കോഴിക്കോട് പോവാ ഞങ്ങള്. അച്ഛനെ പൊന്നേ, അച്ഛനെ ശൊന്നക്കട്ടെ. എലിക്കുട്ടിയാണത്. കറക്റ്റ് സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണോ, വെള്ളമൊക്കെ കുടിക്കണോ, 4 നേരം മുറുക്കണം. എടുത്തില്ലേ എന്താ അമ്മാവ ഒന്നും മിണ്ടാത്ത? അമ്മാവ് മുറുക്കായോണ്ടാ. അമ്മാവ് നേരത്തെ ഞങ്ങളെ വിളിക്കുമ്പോഴേ അമ്മാവ് ഒന്നും മിണ്ടില്ല. മറന്നോണ്ടാച്ചി. സിംഗോ ബൈ, സിംഗോ ടാറ്റാ, സിംഗോ ടാറ്റാ. പണങ്ങി ചത്തുമണിയാണ് ചത്തുമണി.
ഉറങ്ങിയില്ലേ ഇപ്പൊ ഇന്ന് കഴിച്ചിട്ട് ഫുഡ്? അറിയോ നീ എടുത്തു കഴിഞ്ഞാ കച്ചവടം വേണ്ടത് വർത്തമാനൊക്കെ പറഞ്ഞ് അറിയോ ാക്കിട്ട് എടുത്തു കഴിഞ്ഞാൽ അറിയോ എന്നൊക്കെ പെരും മഴയത്താ പോരാത് ഇരുന്നിട്ടാ മഴ ഇതിപ്പോ സൂര്യ കണ്ട ഒരു പൂച്ചക്കുട്ടി പേം. ഞാനെത്തേക്കുന്നേ മാമത്തേക്ക നല്ലത്. സാരി കത്തിക്ക് എന്നിട്ട് ചേച്ചിരിക്കില്ല കിടത്തണ്ട കറി പായത്തിന് കിടത്ത കറി ടിങ്കു പോലെ ടിങ്കു ഇടിയാ നീ കറിയോ ഇനി കറിയോ നീ ടിങ്കു എന്താ ചെയ്യണേ നേരത്തെ തന്നെ കറിഞ്ഞ വെറുതെ ചുണ്ടു കൊണ്ടല്ലോ എന്റെ മാമനെ ആര് വണ്ടിയാ? മറ്റേ കാർ സീറ്റില്ലേ ടിങ്കു കരഞ്ഞ് ഇടിയിട്ടിട്ടന്ന് അറിയോടാ നീ അയ്യോ അയ്യോ ചുണ്ടിൽ അയ്യോ ചുണ്ടിൽ ഇങ്ങോട്ട് തിരിഞ്ഞാ മതിട്ടാ മോന്ത കൊത്തി വെക്ക ഇനിയിപ്പൊ അത് കണ്ടിട്ട് കരയണ്ട കിച്ചമ്മേ ഇത്തിരി കഴിഞ്ഞ ചെയ്തതാവല്ലോ നോക്കിയത് മാമേനത്ര മറന്നാ കിച്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു അവന്റെ കിരൺമാമനെ കേട്ടോ. പക്ഷെ ഇപ്പൊ കിരൺ ചേട്ടനെ കണ്ട മൂപ്പര് ഭയങ്കര കരച്ചിലാണ്. കാരണം ചേട്ടൻ ആഴ്ചയിലെ വെള്ളിയാഴ്ച വൈകിട്ട് വരും, പിന്നെ ശനി ഞായർ മാത്രമാണ് മൂപ്പറുടെ അടുത്തേക്ക് വരിക കേട്ടോ. അപ്പൊ പിന്നെ അവൻ ഭയങ്കര കരച്ചിലാണ് കാണുമ്പോൾ. കുറച്ച് നേരം കേട്ടോ, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേട്ടനായിട്ട് സെറ്റ് ആകും കേട്ടോ. പിന്നെ എൻ്റെ ഒരു നൈറ്റിയുടെ ഇറക്കം കുറയ്ക്കാണ്ട് നടന്നു കേട്ടോ. അപ്പൊ ഞാൻ നേരെ കിച്ചപ്പനെ എടുത്തിട്ട് പാപ്പൻ്റെ അവിടേക്ക് പോകുന്നു കേട്ടോ. അപ്പൊ കിച്ചുവിന്റെ മുഖം ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കണത് വേറെ ഒന്നുമല്ല, അവിടെ ഒരു മുതലിരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത്. അപ്പൊ അവനെ കണ്ടിട്ടുള്ള കരച്ചിലാട്ടോ. അവന്റെ അർജുമാമേനെ കണ്ടപ്പോഴും മൂപ്പര് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ മാളെടുത്ത് കൊണ്ട് നടക്കുന്ന മാളുവിന് പിന്നെ പരിചയമുള്ള കാരണം ഒരു സീനും ഇല്ല കേട്ടോ. അപ്പൊ അവളതിനെ ഡെയിലി കാണുന്നതല്ലേ. അങ്ങനെ കുറെ നേരം അവൾ കൊണ്ട് നടന്നു. പിന്നെ മേമൊക്കെ എടുത്ത് അങ്ങനെ കളിപ്പിച്ചപ്പോൾ മേമന്റെ ഡ്രസ്സ് അവിടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഉമ്മർത്ത് ഓരോരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കട്ടെ. കിച്ചുത് മാളുവിന്റെ മടിയിൽ ഇങ്ങനെ അവിടുത്തെ ഓരോ കാഴ്ചകളും വണ്ടികളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കാൻ കേട്ടോ. ആൾക്കാരെ കാണുമ്പോൾ ഫസ്റ്റത്തെ ഒരു ഇത് കേട്ടോ. അപ്പൊ അർജുനെ കണ്ട് കരഞ്ഞാല് പിന്നെ അമ്മുമാമേനൊന്നും കാണുമ്പോൾ മൂപ്പര് കരയണൊന്നും ഇല്ല കേട്ടോ. നോക്കി ചിരിക്കുക കളിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്നു കേട്ടോ നമ്മള്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോരുമായിരുന്നു. അപ്പോൾ നമുക്ക് പോരുന്ന വഴിക്ക് ഇത് അപ്പുറത്തൊക്കെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് വലിയ നമുക്ക് പഴമൊക്കെ തന്നിട്ടുണ്ടായിട്ട്. അപ്പോൾ ഞാനും മാള് വർത്താനം പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോരാട്ടോ. അപ്പോൾ മാളും എൻ്റെ ഒപ്പം ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ദേവൂട്ട് ഇതേ സൈക്കിളും എന്തിട്ട് എൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അതേ അമ്മ ഇത് തിരുമ്പി തോരരുണ്ട് മുകളിൽ ടെറസിൻ്റെ മുകളിൽ കേട്ടോ. സമയം 6 മണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഓടി പോകുന്നതാണ്. 6 മണിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി ചീത്തയൊക്കെ ഉണ്ണിനെയും കൊണ്ടിട്ട് അങ്ങനെ ഇതേ വന്നപാടെ മേമയും മോനും കൂടിയിട്ട് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ മാളുമ്മ കൊതുകിനെയും ഈച്ചേനും പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കാൻ കേട്ടാ. അച്ഛന് പിന്നെ ഇതിന്റെ ഭ്രാന്താണ്. അച്ഛൻ ബാറ്റ് കിട്ടിയ ഫുൾ ടൈം കൊതുകിനും ഈച്ചേനും ചെറിയ പ്രാണികളേനും ഒക്കെ ഇങ്ങനെ ഇതാക്കൂട്ടാ. അല്ലെങ്കിൽ ഭയങ്കര ശല്യാട്ടോ ഈച്ചയുടെ. ചെറുതായിട്ട് ചോറിന്റെ അളവൊക്കെ ഇങ്ങനെ കുറച്ച് വരികട്ടെ. ഞാൻ ഇന്ന് ചോറേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 6:30 ആകുമ്പോഴേക്കും ഭയങ്കര വിശപ്പ്, ഇങ്ങനെ മേലും കഴിക്കും കുഴയണ പോലെ. അങ്ങനെ ഞാൻ കുറച്ച് ചോറ് എടുത്ത് കഴിച്ചുട്ടാ. പിന്നെ ഇത് അമ്മമ്മയുടെ സീരിയൽ ടൈം ആണ് കേട്ടോ. അപ്പൊ അമ്മമ്മ സീരിയൽ കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ മാളിപ്പോ പോവില്ല, അവളൊരു 8:30-8:45 നമ്മളെ പോവുള്ള ഇവിടെ ഉണ്ടാവും പറഞ്ഞോട്ട്. അപ്പൊ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. അങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഇത് 8:20 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവരെല്ലാരും ഫോണിലാണ്, അമ്മ സീരിയലും കാണുന്നുണ്ട് കേട്ടോ. എന്താണ് നേരത്തെ ഉറക്കില്ല ഇന്ന്? ഇത്ര ഉറക്കല്ലെന്ന് ആദർശയുടെ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് തീരെ ഉറക്കില്ല കേട്ടോ. പുലർച്ചെ ഒരു 2:30-3 മണിയാകുമ്പോൾ എണീറ്റിരിക്കണതാട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.